ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ലാബിൽ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റാണ്. എന്താ സ്നേഹ പറഞ്ഞു കൊടുക്കുക? എന്താണ്? ബോഡി ലോഷൻ. അപ്പം നമുക്കിങ്ങനെ ഓരോ സാധനങ്ങളിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ സ്വയം യൂസ് ചെയ്യാം ഗൈസ്. പൈസ കൊടുത്ത് വാങ്ങണ്ട. അപ്പം ഞാൻ ഇന്ന് ലോഷൻ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊക്കെ ലാബ് കയറി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള മിസ്സിന്റെ നിർദ്ദേശങ്ങളൊക്കെ ആദ്യം കേട്ടു. നമ്മൾ ഇതിനു മുന്നേ കുറെ ഡിഷ് വാഷും ഹാൻഡ് വാഷും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. സോ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഒന്ന് എഴുതിയെടുത്താൽ മാത്രം പോരാ. എഴുതിയെടുത്തെന്ന് വെച്ചിട്ട് സാധനങ്ങളൊന്നും നടന്ന് നമ്മുടെ അടുത്തേക്ക് വരൂലല്ലോ. അതുകൊണ്ട് വേണ്ട സാധനങ്ങൾ പോയിട്ട് എടുത്തു വെക്കണം. ബീക്കേഴ്സ് എല്ലാം കഴുകാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അതുകൊണ്ട് ഇതാ സോപ്പ് തേച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെള്ളം വരുന്ന വെച്ചിട്ട് കുറേ വെയിറ്റ് ചെയ്തെങ്കിലും ലാസ്റ്റ് നമ്മൾ പുറത്തെ പൈപ്പിൽ നിന്ന് പോയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ കെമിസ്ട്രിയായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടാക്കുന്നതാണെങ്കിലും മെഷർമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ പ്രോസസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. പ്രോസസ്സ് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, അത് എത്ര അളവിൽ വേണം, അങ്ങനെ അതൊക്കെ അളന്നെടുക്കലാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള. നമ്മൾ ഈ ഒരു ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 ഓയിൽസ് ഞാൻ കാണിച്ചു തരാം. കോക്കനട്ട് ഓയിൽ, ജോജോബ ഓയിൽ, അതുപോലെ തന്നെ ആൽമണ്ട്. നമ്മൾ 3 ടീംസാണ് കേട്ടോ ഉണ്ടായത്. അതുകൊണ്ട് മിസ് പറഞ്ഞത് നമ്മൾ ഈ 3 ടീംസും ഓരോ ഓയിലും ഓരോ റേഷ്യോയിൽ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മിസ് നമുക്ക് ഓരോ സാധനമായിട്ട് അളന്നു തരും. അതുപോലെ തന്നെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട്. കാരണം ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ കൊളാവാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഈ മിഷൻ കാണുമ്പോൾ മറ്റേ മയോണൈസ് ഒക്കെ അടിക്കുന്ന ആ ഒരു മിഷൻ ഇല്ലേ, അതിനാണ് കേട്ടോ എനിക്ക് ഓർമ്മ. ഈ ഒരു ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ഫേസും അതേപോലെ തന്നെ ഓയിൽ ഫേസും സെപ്പറേറ്റ് ആയിട്ട് റെഡിയാക്കണം കേട്ടോ. റെഡി ആവുന്നുണ്ട്. ഇവളല്ല, ഇതിലാണ് വാട്ടർ ഫേസ്. ഓയിൽ ഫേസ് നമ്മൾ ഉണ്ടാക്കുക. മിസ് അളവെടുക്കുന്നുണ്ട്, കാണിച്ചു. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേരെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഏത് കോഴ്സാണ് എടുത്തത്, അതേപോലെ എത്രാമത്തെ സെമ്മാന്നൊക്കെ. ഞാൻ എടുത്ത കോഴ്സ് ഏതാന്ന് വെച്ചാൽ അത് BSc കെമിസ്ട്രി ആണ് കേട്ടോ. അതിന്റെ ലാസ്റ്റ് സെമ്മാണ്, അതായത് 6th സെം വെച്ചിട്ട് നമ്മൾ ഈ കെമിസ്ട്രി എടുത്ത കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ ഈ കോഴ്സ്. ഇതൊരു സർട്ടിഫൈഡ് കോഴ്സായിട്ട് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതെല്ലാവരും പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ക്ലാസ് തന്നെ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കുട്ടികളാണ്, പെൺകുട്ടികളാണ് ഇത് പഠിക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചെന്ന ഡിഷ് വാഷും ഹാൻഡ് വാഷും ഒക്കെ ഇല്ലേ, അതും ഇതേപോലെ ഒരു സർട്ടിഫൈഡ് കോഴ്സായിട്ട് പഠിച്ചതാണ്. നമ്മളൊരു ഡിഗ്രി എടുത്ത് പഠിക്കുന്നില്ലേ, അതിന്റെ അപ്പുറം ഏതെങ്കിലും ഒരു കോഴ്സിൽ ഇതേപോലെ നമ്മളെ സ്കില്ലൊന്ന് ഡെവലപ്മെന്റ് ചെയ്താൽ അത് നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പറഞ്ഞ് നമ്മുടെ ഓയിൽ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും നമ്മൾ ഉണ്ടാക്കി 2 ഫേസ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തണിയാൻ വെക്കുക. അങ്ങനെ ലോഷൻ ഏകദേശം റെഡിയായി. ഇപ്പോൾ ഇത് ഇവിടെ കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പെർഫ്യൂം, ലാസ്റ്റ് അതും കൂടി ആഡ് ചെയ്താൽ നമ്മളെ സാധനം റെഡി. അത് പിന്നെ തണിയാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുവരെ ഞാനും എൻ്റെ ഫ്രണ്ടും ഇതേപോലെ ഗെയിം കളിച്ചിരുന്നു. എന്താണെന്നറിയില്ല ഗൈസ്, ഞാനിപ്പോൾ ഈ ഒരു ഗെയിമിന് അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇത് വേറൊരു ടീം ഉണ്ടാക്കിയ ലോഷന്റെ കൺസിസ്റ്റൻസി ആണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഓയിലില്ലേ, ആ ഓരോ ഓയിലിന്റെ ഓരോ അളവിനനുസരിച്ചിട്ട് ഇതിന്റെ തിക്നെസ് ഒക്കെ മാറി വരുന്നു. നമ്മൾ ഉണ്ടാക്കിയത് കണ്ടോ, അവരുടെ എത്ര തിക്കല്ല, കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പെർഫ്യൂം, ഇത് ഈ ലാവെൻഡറിന്റെ പെർഫ്യൂം ഉണ്ട്, അതുപോലെ തന്നെ റോസിന്റെ പെർഫ്യൂം. ഏതെങ്കിലും ഒരു പെർഫ്യൂം ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ വൈറ്റമിൻ ഇ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ സ്കിന്നിനൊക്കെ തേക്കുമ്പോൾ വലിയ ഉപകാരം വേണ്ടേ, അതുകൊണ്ട് വൈറ്റമിൻ ഇ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ pH ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് pH കിട്ടണം. അതായത് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്ന കറക്റ്റ് pH കിട്ടണം. ആദ്യം നോക്കിയ ടൈം നമുക്ക് ഒരു ഗ്രീൻ, അതായത് ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറൊക്കെയാണ് കേട്ടോ കിട്ടിയത്. അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് സബ്സ്റ്റൻസ്, അതായത് ഇപ്പോൾ ആസിഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് നോർമലാക്കി എടുത്തു. ബാക്കി 2 ടീമും നമ്മളെക്കാട്ടി മുന്നേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാണ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞത്. അവസാനമായിട്ട് ഒന്നുകൂടി ഇതൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം കേട്ടോ. നോക്കൂ ഗൈസ്, ഒരു ലാബിൽ ഇത് എന്തൊക്കെ ഷോ ആണല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ലോഷന ഇനി ഒരു ബോട്ടിലേക്ക് മാറ്റുന്ന ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ കോസ്മെറ്റിക് ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ. ആദ്യം നമ്മുടെ ഒരു ഫ്രണ്ടിനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു തരാം. അവൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ അതങ്ങ് ഒഴിവാക്കി. നമ്മുടെ ലോഷൻ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ലോഷൻ. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു എന്താ പറയുക, ഒരു ഗ്ലോയി ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലാണ് ഭയങ്കര അടിപൊളി. ബാക്കി എല്ലാവരും റോസിൻ്റെ ഫ്ലേവറാണ് യൂസ് ചെയ്തത്,
നമ്മൾ മാത്രമേ ലാവൻഡറിൻ്റെ ഫ്ലവർ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഒരു ആൺകുട്ടീനെ കൊണ്ട് കൂടി ടെസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ട് ഇത് ഇവനോട് കൈ നീട്ടാൻ പറഞ്ഞത് ഇവരിത് പ്രസാദം വാങ്ങുന്ന പോലെ ഇങ്ങനെയാണ് കൈ നീട്ടുന്നത്. ഇവന്റെ റിവ്യൂ കൂടി കണ്ടാല് ആർട്ടിഫിഷ്യൽ ആണെന്ന് ആരും പറയില്ല. ലാബൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ബോഡി ലോഷൻ ഉണ്ടാക്കി, ലിപ് ബാം ഉണ്ടാക്കി. ഇനി അടുത്തത് എന്താണ് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളിതൊരു ബിസിനസ് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇങ്ങനത്തെ ഓരോ സാധനം നമ്മൾ ഉണ്ടാക്കി അതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പാളി. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂറെങ്കിലും ലാബിൽ നിന്ന ശേഷം ഇപ്പാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അടുത്ത വീഡിയോയില് അടുത്ത പ്രൊഡക്ട്സിന്റെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.